ഹലോ എവരിവൺ, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത് വളരെ സിമ്പിളായിട്ട് യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് സെൻറ്റൻസുകളാണ്. നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് കടക്കാം. വീഡിയോ മുഴുവനായിട്ട് കാണുക കേട്ടോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇപ്പം നമ്മളൊരു സ്ഥലത്തേക്ക് പോവുകയാണെങ്കിൽ ആ കാര്യവുമായി ബന്ധപ്പെട്ട് ഒരുപാട് സെൻറ്റൻസ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. നമ്മൾ പഠിച്ചതൊക്കെ യൂസ് ചെയ്തുകൊണ്ട് പലതരത്തിലും ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പം അങ്ങനെയുള്ള കുറച്ച് സെൻറ്റൻസുകളാണ്. ഓക്കെ, ഫസ്റ്റ് സെൻറ്റൻസ് എന്ന് പറയുന്നത്, നിങ്ങൾ കല്യാണത്തിന് പോകുന്നുണ്ടോ? നിങ്ങൾ കല്യാണത്തിന് പോകുന്നുണ്ടോ? നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചിട്ടുണ്ടല്ലേ, ഒരു സ്ട്രക്ചർ പഠിച്ചിട്ടുണ്ടായിരുന്നു. പോകുന്നുണ്ടോ എന്ന് ചോദിക്കാൻ വേണ്ടിയിട്ടും പോയോ എന്ന് ചോദിക്കാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ പോയിട്ടുണ്ടോ എന്ന് ചോദിക്കാൻ വേണ്ടിയിട്ടൊക്കെ നമ്മൾ സ്ട്രക്ചർ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സ്ട്രക്ചർ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ഈ ഒരു സെന്റൻസ് എങ്ങനെ ചോദിക്കാം? നീ കല്യാണത്തിന് അല്ലെങ്കിൽ നിങ്ങൾ കല്യാണത്തിന് പോകുന്നുണ്ടോ? ആർ യു ഗോയിങ് ടു ദ വെഡിങ്? ആർ യു ഗോയിങ് ടു ദ വെഡിങ്? നിങ്ങൾ കല്യാണത്തിന് പോകുന്നുണ്ടോ? അപ്പൊ അതിനൊരുപാട് റിപ്ലൈ നമുക്ക് കൊടുക്കാം അല്ലെ. ഞങ്ങൾ കല്യാണത്തിന് പോവുകയാണ്. ഞങ്ങൾ കല്യാണത്തിന് പോവുകയാണ്. വി ആർ ഗോയിങ് ടു ദ വെഡിങ്. വി ആർ ഗോയിങ് ടു ദ വെഡിങ്. ഓക്കെ, അവൾ കല്യാണത്തിന് പോയി. ഇതെന്താണ്? പാസ്റ്റ് ആണ്. അവളാണ് സബ്ജക്റ്റ്. അവൾ കല്യാണത്തിന് പോയി. ഷി വെന്റ് അല്ലേ. ഡിഡ് പ്ലസ് ഗോ വെന്റ് ആയി മാറി. ഷി വെന്റ് ടു ദ വെഡിങ്. ഷി വെന്റ് ടു ദ വെഡിങ്. അവൾ കല്യാണത്തിന് പോയി. എനിക്ക് കല്യാണത്തിന് പോകാനുണ്ട്. ഇങ്ങനെ നമ്മൾ പറയാറുണ്ടല്ലോ, എനിക്ക് കല്യാണത്തിന് പോകാനുണ്ട്. ഇത് നമുക്ക് നിർബന്ധപ്പെട്ട ഒരു കാര്യമാണ്. ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് ഹാവ് ടു ആണ്. ഐ ഹാവ് ടു go to the wedding. I have to go to the wedding. ഹാവ് ടു വന്നു കഴിഞ്ഞാൽ പിന്നെ വെർബ് V1 ഫോം ആണ് കേട്ടോ. ഹാവ് ടു, ഹാസ് ടു, ഹാഡ് ടു എന്നൊക്കെ നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. വേണമെങ്കിൽ അതൊരു ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പിന്നീട് ഒരു വീഡിയോ ചെയ്യാം കേട്ടോ. ഹാവ് ടു, ഹാസ് ടു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പോകാനുണ്ട്, അല്ലെങ്കിൽ നമുക്ക് നിർബന്ധമായൊരു കാര്യം ചെയ്യാനുണ്ട്, വാങ്ങാനുണ്ട് എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ടാണ്. അതായത് എനിക്ക് കല്യാണത്തിന് പോകണം. ഓക്കെ, അപ്പൊ അങ്ങനെ പറയുമ്പോൾ ഐ ഹാവ് ടു ഗോ ടു ദ വെഡിങ്. ഓക്കെ, ഇനി അവൾക്കോ അവൻക്കോ കല്യാണത്തിന് പോകണം എന്നുള്ള ഒരു നിർബന്ധിത ഘട്ടമാണെങ്കിൽ അവിടെ നമ്മൾ ഹാസ് ടു യൂസ് ചെയ്യും. ഹി ഹാസ് ടു ഗോ ടു ദ വെഡിങ്. ഷി ഹാസ് ടു ഗോ ടു ദ വെഡിങ്. ഓക്കെ, ഇനി അവർ ഇപ്പോൾ കല്യാണത്തിന് പോകും. അവർ ഇപ്പോൾ കല്യാണത്തിന് പോകും. ഇവരാണ് സബ്ജക്റ്റ്. അവർ ഇപ്പോൾ കല്യാണത്തിന് പോകും എന്ന് പറയുമ്പോൾ ദേ വിൽ ഗോ ടു ദ വെഡിങ് നൗ അല്ലെ. ഇപ്പോൾ എന്നുണ്ടല്ലോ, അപ്പം ദേ വിൽ ഗോ ടു ദ വെഡിങ് നൗ. അവർ ഇപ്പോൾ കല്യാണത്തിന് പോകും. ഇനി ഇവിടെ സബ്ജക്റ്റ് മാറിയിട്ട് പറയുകയാണെങ്കിലും നമുക്ക് ഇതേ സ്ട്രക്ചർ തന്നെ യൂസ് ചെയ്യാം. അതായത് പാസ്റ്റിനും ഫ്യൂച്ചറിനൊന്നും നമ്മൾ സബ്ജക്റ്റ് മാറുന്നതിനനുസരിച്ച് ഓക്സിലറി മാറ്റാറില്ല, വെർബിന് മാറ്റം വരുന്നില്ല. ഓക്കെ, അപ്പോൾ ദേ വിൽ ഗോ ടു ദ വെഡിങ് നൗ എന്ന് പറഞ്ഞതുപോലെ തന്നെ ഇനി അവൾ കല്യാണത്തിന് ഇപ്പോൾ പോകും എന്ന് പറയുകയാണെങ്കിൽ ഷീ വിൽ ഗോ ടു ദ വെഡിങ് നൗ എന്ന് പറയാം. ഓക്കെ, അവൻ കല്യാണത്തിന് പോയില്ല. ഇവിടെ ശ്രദ്ധിക്കണം, അവൻ കല്യാണത്തിന് പോയില്ല എന്നുള്ളത് ഒരു കഴിഞ്ഞ കാര്യമാണല്ലോ. അവിടെ നമ്മൾ എന്ത് പറയും? ഹേ ഡിഡ്ന്റ് ഗോ ടു ദ വെഡിങ്. സിമ്പിൾ ആണ്. നമ്മൾ സബ്ജക്റ്റ് മാറുകയാണെങ്കിൽ ചില സിറ്റുവേഷനിൽ നമ്മൾ വെർബും ഓക്സിലറിയും മാറി വരും. ചില പാസ്റ്റ് ഫ്യൂച്ചർ ഒക്കെ ആണെങ്കിൽ സെയിം ആയിരിക്കും. പിന്നെ നമ്മൾ വെർബിന് ചില മാറ്റം വരും. പക്ഷേ നമ്മൾ ഒബ്ജക്റ്റ് ഒക്കെ സെയിം ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം. ഹേ ഡിഡ്ന്റ് ഗോ ടു ദ വെഡിങ്. അവൻ കല്യാണത്തിന് പോയില്ല എന്ന് പറയുമ്പോൾ, ഇനി അവൻ കല്യാണത്തിന് പോകുന്നില്ല എന്നുള്ളതാണെങ്കിൽ ഇവിടെ കാര്യം കഴിഞ്ഞിട്ടില്ല അല്ലെ. പോകുന്നില്ല, ഇപ്പോൾ ചെയ്യുന്നില്ല എന്നാണ്. അവിടെ നമ്മൾ ഓക്സിലറിയും വെർബൊക്കെ മാറും. അവിടെ എന്തായിരിക്കും? ഇപ്പോ അവൻ പോകുന്നില്ല എന്നാണല്ലോ. അപ്പം അവൻ കല്യാണത്തിന് പോകുന്നില്ല എന്ന് പറയുമ്പോൾ ഹേ ഈസിന്റ് അല്ലെ. ഈസിന്റെ കൂടെ ഒരു നോട്ട് ആഡ് ചെയ്യുക. ഹി ഈസിന്റ് ഗോയിങ് ടു ദ വെഡിങ്. ഹി ഈസിന്റ് ഗോയിങ് ടു ദ വെഡിങ്. സിംഗുലർ ഏത് സബ്ജക്റ്റ് ആണെങ്കിലും നമുക്ക് ഈ മെത്തേഡ് യൂസ് ചെയ്യാം. ഇനി അത് ഫ്യൂച്ചറിൽ പറയാണ്, അവൻ നാളെ കല്യാണത്തിന് പോകില്ല എന്ന് പറയുകയാണെങ്കിലോ, ശ്രദ്ധിച്ച് കേട്ടുകഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് സംസാരിക്കാനായിട്ട് പറ്റും കേട്ടോ. ഇപ്പം കല്യാണം മാറ്റിയിട്ട് ഇന്റർവ്യൂ, മീറ്റിംഗ് എന്ത് വേണമെങ്കിലും നമുക്ക് ആഡ് ചെയ്യാലോ. അപ്പൊ ഒരു സെന്റൻസ് പഠിച്ചു കഴിഞ്ഞാൽ പല രീതിയിൽ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. അവൻ നാളെ കല്യാണത്തിന് പോയില്ല എന്നാണെങ്കിൽ അവിടുത്തെ ഓക്സിലറി വില്ലാണ്. വില്ലിന്റെ കൂടെ നമ്മൾ നോട്ട് ആഡ് ചെയ്യുന്നു. വില്ല് വരുന്ന സമയത്ത് വെർബ് V1 ഫോമിലായിരിക്കും. ഹേ വോണ്ട്, അതിനെ ഷോർട്ട് ആക്കുമ്പോൾ വോണ്ട്. ഹേ വോണ്ട് ഗോ ടു ദ വെഡിങ് ടുമോറോ. He won't go to the wedding tomorrow. അവൻ നാളെ കല്യാണത്തിന് പോകില്ല. അപ്പൊ കാര്യം പിടികിട്ടിയല്ലോ. അവൻ കല്യാണത്തിന് പോയിട്ടുണ്ടാകും.
അവൻ കല്യാണത്തിന് പോയിട്ടുണ്ടാകും. നമുക്കറിയാത്തൊരു കാര്യം പറയാണ്. ഹി മൈറ്റ് ഹാവ് gone to the wedding. ഇവിടെ മൈറ്റ് ഹാവ് വരുന്ന സമയത്ത് വെർബ് V3 ഫോം ആണ്. അപ്പൊ ഗോയുടെ V3 എന്താണ്? ഗോൺ ആണ്. ഹി മൈറ്റ് ഹാവ് gone to the wedding. അവൻ കല്യാണത്തിന് പോയിട്ടുണ്ടായേക്കാം എന്നൊക്കെ പറയാറുണ്ടല്ലോ. അവർ 12 മണിക്ക് കല്യാണത്തിന് പോകുമായിരിക്കും. ഒരു സാധ്യതയെ കുറിച്ചിട്ടാണ് ഇവിടെ പറയുന്നത്. അവർ 12 മണിക്ക് കല്യാണത്തിന് പോകുമായിരിക്കും എന്നിങ്ങനെ പറയാം. They will probably go to the wedding at 12 o'clock. They will probably എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധ്യത അല്ലെ. അവർ 12 മണിക്ക് കല്യാണത്തിന് പോകുമായിരിക്കും അല്ലെ, പോകാൻ സാധ്യതയുണ്ട് എന്നാണ്. They will probably go to the wedding at 12 o'clock. ഓക്കെ, നിങ്ങൾ കല്യാണത്തിന് പോകുന്നില്ലേ? വേറൊരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ, നെഗറ്റീവ് ക്വസ്റ്റ്യൻ, കണ്ടിന്യൂസ്ലി നെഗറ്റീവ് ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾ കല്യാണത്തിന് പോകുന്നില്ലേ? ആൻഡ് യു ഗോയിങ് ടു ദ വെഡിങ്, ആൻഡ് യു ഗോയിങ് ടു ദ വെഡിങ് ആർ നോട്ട് എന്നാണ് കേട്ടോ. അതിന് ഷോർട്ട് ആക്കുമ്പോഴാണ് ആൻഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ ഞങ്ങൾ കല്യാണത്തിന് പോകുന്നുണ്ടെന്ന് പറയുകയാണെങ്കിൽ ഫസ്റ്റ് നമ്മൾ പറഞ്ഞതുപോലെ തന്നെ വി ആർ ഗോയിങ് ടു ദ വെഡിങ്, ഞങ്ങൾ കല്യാണത്തിന് പോവുകയാണ് അല്ലെങ്കിൽ ഞങ്ങൾ കല്യാണത്തിന് പോകുന്നുണ്ട്. ഇതിന് രണ്ടിനും നമ്മൾ ഈ ഒരു സെന്റൻസ് നമുക്ക് യൂസ് ചെയ്യാം. വി ആർ ഗോയിങ് ടു ദ വെഡിങ് എന്ന് പറയാട്ടോ. ഓക്കെ, ഇനി ഇത് സബ്ജക്റ്റ് മാറുകയാണ്. അവൾ കല്യാണത്തിന് പോകുന്നുണ്ട്, അവൻ കല്യാണത്തിന് പോവുകയാണ് എന്നൊക്കെ പറയുകയാണെങ്കിൽ ഷീ ഈസ് ഗോയിങ് ടു ദ വെഡിങ് എന്ന് വേണം പറയാനായിട്ട്. ഓക്കെ, അവരെല്ലാവരും കല്യാണത്തിന് പോകാനിരിക്കുകയാണ്, അവരെല്ലാവരും കല്യാണത്തിന് പോകാനിരിക്കുകയാണ് എന്ന് പറയുകയാണെങ്കിൽ ഓൾ ഓഫ് ദം, അവരെല്ലാവരും, ഓൾ ഓഫ് ദം ആർ അബൌട്ട് ടു ഗോ അല്ലേ. ഓൾ ഓഫ് ദം ആർ അബൌട്ട് ടു ഗോ ടു ദ വെഡിങ്, അവരെല്ലാവരും കല്യാണത്തിന് പോകാനിരിക്കുകയാണ്. ഓക്കെ, ഞങ്ങൾ ഇന്നലെ കല്യാണത്തിന് പോയി, ഞങ്ങൾ ഇന്നലെ കല്യാണത്തിന് പോയി. We went to the wedding. We went, ഞങ്ങൾ പോയി, to the wedding yesterday. We went to the wedding yesterday. നീ ഇതുവരെ കല്യാണത്തിന് പോയില്ലേ? നീ ഇതുവരെ കല്യാണത്തിന് പോയിട്ടില്ലേ എന്നാണ്. Haven't you gone to the wedding yet? Haven't you gone to the wedding yet? നീ ഇതുവരെ കല്യാണത്തിന് പോയില്ലേ? ഞാൻ വിളിച്ചപ്പോൾ അവർ കല്യാണത്തിന് പോവുകയായിരുന്നു. ഞാൻ വിളിച്ചപ്പോൾ അവർ കല്യാണത്തിന് പോവുകയായിരുന്നു. എങ്ങനെ പറയാം? When I called, they had already gone to the wedding. ഞാൻ വിളിച്ചപ്പോൾ അവർ കല്യാണത്തിന് പോവുകയായിരുന്നു. ഇനി നമുക്ക് ഒരുമിച്ച് കല്യാണത്തിന് പോകാം എന്നിങ്ങനെ പറയാം. നമുക്ക് ഒരുമിച്ച് കല്യാണത്തിന് പോകാം. ലെറ്റ്സ് ഗോ ടു ദ വെഡിങ് ടുഗദർ. ലെറ്റ്സ് ഗോ ടു ദ വെഡിങ് ടുഗദർ. നമുക്ക് ഒരുമിച്ച് കല്യാണത്തിന് പോകാം. ഓക്കെ, ഇനി നിങ്ങൾക്കുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, നീ അവളുടെ കല്യാണത്തിന് പോയോ എന്നെങ്ങനെ ചോദിക്കുക എന്നുള്ളതൊന്ന് താഴെ കമന്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള സെന്റൻസുകളാണ്. ഇതുപോലെ ഒരു മാറ്റർ എടുത്തിട്ട് നിങ്ങളും ഒന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക കേട്ടോ. നമ്മൾ പഠിച്ച എല്ലാ മെത്തേഡും യൂസ് ചെയ്തിട്ട് പല രീതിയിലും സെന്റൻസ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. വെർബുകൾ വലിയ പ്രയാസം ഉണ്ടെങ്കിൽ നമ്മുടെ പുതിയ ചാനലിൽ പോയിട്ട് വെർബുകളൊക്കെ പഠിക്കുക, എല്ലാ ഫോമും പഠിക്കുക, ഏതൊക്കെ ഓക്സിലറിയുടെ കൂടെയാണ് ക്രിയേറ്റ് ചെയ്യണം എന്നുള്ളതൊക്കെ ഒന്ന് പഠിച്ചു വെക്കുക. ഞാനൊരു വീഡിയോയുടെ ലിങ്ക് താഴെ കൊടുക്കാം കേട്ടോ. ഈ നിങ്ങൾക്ക് നമ്മൾ ഒരുപാട് സ്ട്രക്ചർ പഠിച്ചൊരു വീഡിയോ കഴിഞ്ഞ പ്രാവശ്യം ചെയ്തിട്ടുണ്ടായിരുന്നു, അതുപോലെ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. അപ്പൊ ആ ഒരു വീഡിയോ വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ചെയ്തതാണ്. ഇത് കാണുമ്പോൾ തന്നെ നിങ്ങളെ ഫോണിലേക്ക് വരും. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ വീഡിയോസുകളും നിങ്ങളുടെ ഫോണിലെത്തും കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് ബെല്ലൈക്കൺ ഓൾ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ, എങ്കിലേ ഫോണിലേക്ക് നോട്ടിഫിക്കേഷൻ വരുള്ളൂ. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോനെ കുറിച്ചിട്ടുള്ള അഭിപ്രായം കമന്റ് ചെയ്യുക, നിങ്ങളുടെ ഡൗട്ടുകൾ കമന്റ് ചെയ്യുക. അപ്പോൾ ശരി, നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു സോ മച്ച്.